നമസ്കാരം, ഞാൻ ഹേമ മാത്യു. എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ആൻസ് ബ്യൂട്ടി പാർലർ, ചങ്ങംകുളങ്ങര, ഓച്ചിറ. കൊല്ലം ജില്ലയുടെ ഓച്ചിറ എന്ന ഭാഗത്താണ് ഞാൻ ഈ പാർലർ നടത്തുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. ഞാൻ ഒരു ഏകദേശം കൗമുദി ചാനലിന് വേണ്ടി 7-8 എപ്പിസോഡോളം ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓരോരുത്തർ ഓരോ സംശയങ്ങൾ, പ്രത്യേകിച്ച് ബ്യൂട്ടീഷ്യൻസാണ് കൂടുതൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കാറുള്ളത്. അവർക്കുള്ള മറുപടികളെല്ലാം ഞാൻ അപ്പോഴപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടി ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ സ്പായാണ്. ഹെയർ സ്പായുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് കൂടുതൽ തിളക്കവും, ഒരു സ്ട്രെയിറ്റൊക്കെ ചെയ്ത് ഡള്ളായിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ കുറച്ച് സ്മൂത്തായിട്ട് കിടക്കുന്നതിന് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് സ്പാ. അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയ്ക്കും, മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും, മുടി കൂടുതൽ തിളക്കത്തോടെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്പാ ട്രീറ്റ്മെൻറ്റ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഹെയർ ട്രീറ്റ് ചെയ്ത ഹെയറാണ്. കുറച്ച് ഇപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. അത് കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടായതാണ്. അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, സ്പാ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് ഷാംപൂ വാഷ് ചെയ്ത് ഒട്ടും എണ്ണമയമില്ലാതെയും കണ്ടീഷണർ ചെയ്യാതെയുമാണ് വരേണ്ടത്. ഇതിപ്പോൾ അങ്ങനെ എടുത്ത ഒരു ഹെയറാണ്. ഒട്ടും എണ്ണമയവും ഇല്ല, കണ്ടീഷണർ ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇത്രയും റഫായിട്ടിരിക്കുന്നത് ഈ ഹെയർ. ഇപ്പം നമുക്കിതിനെ സ്മൂത്ത് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്പാ ക്രീം എടുക്കുക. ഈ ഹെയറിന് എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും സ്പാ ക്രീം എടുക്കേണ്ട. ഏകദേശം ഈ ക്രീമിൻ്റെ 1/3 ഭാഗം വേണ്ടി വരും ഇത്രയും ഹെയർ ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഈ സൊല്യൂഷൻ ഒഴിക്കണം. ഇത് ഡാൻഡ്രഫ്, പല വിധത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഡാൻഡ്രഫ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സൊല്യൂഷൻ ഈ ഹെയറിന് ഇപ്പോൾ ഇതിൻ്റെ ഹാഫ് മതി. ഇത് ഡാൻഡ്രഫിനുള്ള സൊല്യൂഷനോടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഇത് മിക്സ് ചെയ്യുവാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റോളം മിക്സ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മിക്സ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത സൊല്യൂഷൻ നല്ലതുപോലെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓരോ മുടി ഇഴകളെയും പൊതിഞ്ഞ് വേണം അപ്ലൈ ചെയ്യേണ്ടത്. നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാ ഭാഗത്തും നന്നായിട്ട് കവറാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ക്രീമെല്ലാം അപ്ലൈ ചെയ്തു. ഇനി നമുക്കിതിനെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട് നന്നായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി തലയോട്ടിയിലെല്ലാം നല്ലതുപോലെ സ്പാ ക്രീം ആകും. ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് ഇളകുകയും ചെയ്യും. അല്ലാണ്ട് ഒന്നുകൂടി സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിന് ഒരു 10 മിനിറ്റോളം മസാജിങ് കൊടുക്കണം. ഇപ്പം ഞാൻ മസാജിങ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്കാൾപ്പിൽ ഈ ക്രീം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജിങ് കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ മസാജിങ് കൊടുക്കുക. ഈ മസാജിങ് കൊണ്ടുള്ള എഫക്റ്റ് മുടി വളരുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടി നന്നായിട്ട് വളരുന്നതിനും സഹായിക്കും. നമ്മളിത് 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്, മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് സ്റ്റീം കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിപ്പം ഇത് സ്റ്റീം മാറ്റി കൊടുക്കും. ഇപ്പം നമ്മൾ സ്റ്റീമിങ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അത് സ്റ്റീം കഴിഞ്ഞ് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഇത് വാഷ് ചെയ്യേണ്ടത്. ഇതിപ്പം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇത് ഇനി ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പ്ലെയിൻ വാട്ടറിൽ തന്നെ മാത്രം കഴുകിയെടുത്താൽ മതി. നമ്മൾ തല നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതാണ് പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ കൂൾ ഡ്രയർ വെച്ച് വേണം ഇത് ഉണക്കുന്നതിന്. ഒരിക്കലും ഹോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഏകദേശം മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നിർത്താം. സ്പാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ മുടിയാണിത്. നമ്മൾ നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും.